നമസ്കാരം. എവിടെ ഒരാളൊന്ന് മൈക്ക് വിളിച്ച് ആരെന്ന് എല്ലാവരും പരിചയപ്പെടുത്തി. എന്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ സൗദിയിലൊക്കെയാണ്. ഇപ്പൊ ലീവിൽ വന്നു. കോഴിക്കോട് പ്രൊഫസറാണ്. ആഷിഖ് എന്നെ എല്ലാവരും പരിചയപ്പെടുത്തി. ഞാൻ നിഷ JDT കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഭാര്യയാണ് സീന. ഉമ്മ ഉമ്മ എനിക്ക് ലീവ് നേരം അളിയനെ വിളിച്ചാണ്. അതാണ് അങ്ങനെ തന്നെയാണ്. ഇവര് പോലെയാണ് ആൾക്കാർ. ഫുട്ബോൾ വേൾഡ് കപ്പിന് പോയിരുന്നു. ഞാൻ അളിയൻ മാത്രമാണ് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട കൂട്ടത്തിൽ 3 പേരും താഴെ എത്തിയിട്ടുണ്ട്. ഒന്ന് പേര് പറഞ്ഞു. എന്റെ പേര് ലഹാൻ. എവിടെയാ? പേരെന്താ? നിർബന്ധത്തിൽ വന്നിട്ടാണ്. ഫുട്ബോൾ പ്ലെയർ ഒക്കെയാണോ? ഫുട്ബോൾ ഇഷ്ടമാണോ? അർജന്റീനയാണ് ഒന്ന് ചോദിക്കാം അല്ലെ? ക്ലബ് ഫുട്ബോൾ ആണോ? മെസ്സി എന്തോ അതാണ് ആണ് അല്ലേ? ഇപ്പൊ അവിടെ പോയിരുന്നോ? വെള്ളത്തിലവിടെ വരില്ല കൊണ്ടുപോയില്ല അല്ലേ? നാട്ടിൽ നിന്ന് കണ്ടു. നാട്ടിലായിരുന്നു ആ സമയത്ത്. ഓക്കെ അത് ശരി. നാട്ടിൽ നിന്നാണ്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സജഷൻ ആഗ്രഹം? ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആർക്കായിരുന്നു? ഓരോ വൈകിട്ട് കയറാനൊരു ഇവിടെയാണല്ലേ പ്രൊഫസർ ചില്ലറക്കാരിയല്ല എന്നിട്ട് ഏതെങ്കിലും കൂടെ പഠിച്ചു എന്നിട്ട് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിട്ട് പറയുന്നത് എല്ലാവരും അഭിപ്രായം കുട്ടികളൊക്കെ പറഞ്ഞതായിരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പോൺസർ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങള്. ഇക്കാട്ടിയാണ് എല്ലാ സ്പോൺസറും. സ്പോൺസർ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിലും കയറി. അപ്പൊ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാർക്ക് ഇവിടെ ഉണ്ട്. അതിന് വലിയ കാര്യമാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഓരോ റൈഡിലേക്ക് കയറേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. സന്തോഷം ഞങ്ങൾ കുറച്ചുകൂടെ കൂട്ടട്ടെ. ഒന്നല്ല കുറച്ച് ഗിഫ്റ്റ് തരും. ഗിഫ്റ്റിന് മുമ്പ് ഞങ്ങൾ ചോദിക്കാം. അതിന് ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നാളെ ഇന്നത്തെ റിസോർട്ട് താമസിച്ച് നാളെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സാധനം കൂടെ അങ്ങ് തരും. അപ്പൊ മൂവീസ് ഒക്കെ കാണാനുള്ള ഒരാൾ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂവി ലൈഫ് ആയിട്ടുള്ള ഒരു വിഷ്വൽ പോസ്റ്റ് കാണിക്കും. ഇത് കണ്ടിട്ട് ഏത് മൂവിയാണ് ഓർമ്മ വരുന്നതെന്ന് നോക്കണം. റെഡി? സുധാ പേരല്ല, ഇത് സിനിമയുടെ സംഭവമാണ്. അതാണ്. പക്ഷെ അത് ഏത് സിനിമയാണ്? ആ സിനിമയിൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? സിനിമയുടെ പേരല്ല ഇത്. മലയാളം മൂവി. സിനിമയിലൊരു ടേണിംഗ് പോയിന്റിലെ ആണ് ശരിക്കും ഇത്. ഇതിപ്പോ നമുക്കൊക്കെ പറയാൻ പേടിയുണ്ടാവും അല്ലേ? ചെറിയ പുതിയതാണ്. ആ റൈഡിന്റെ പേടി മാറുന്ന സിറ്റുവേഷൻ വരുന്ന ഒരു മൊമെന്റ് ആണ്. ഫുൾ യുവാക്കൾ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു പുതുമുഖങ്ങൾ. അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ പഴയതാണ്. അത്ര പുതിയല്ല. അതെ, ഒരു 5 വർഷത്തിനുള്ളിൽ വന്നതാണ്. 10 വർഷമായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും കോളേജ് മൂവിയാണ്. കോളേജിലെ അങ്ങോട്ട് വരാൻ പറയുന്ന അതെ. അതെന്താ ആ മൂവി പറയാറ്? കോളേജ് മൂവി ആനന്ദാണ് മൂവി. അതിന് വിനീത് ശ്രീനിവാസൻ അതെന്താ അത് പറയാൻ കാരണം എന്തായിരുന്നു? അങ്ങനെയുള്ള ഒരു കോളേജ് വൈബ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഹംപി പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള അവരുടെ യാത്രകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഹംപിയിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും മാത്രം ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ മുന്നിലേക്ക് പോകും. സപ്പോർട്ട് ചെയ്യുന്നോ അതോ ഭാര്യ അമ്മേനെ ഉറച്ചു വിശ്വസിക്കുന്നു?
ഇത്രയും പറയാൻ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ ഗിഫ്റ്റ് എടുത്തിട്ട് ഓടി വരണം. ഓക്കെ ചുമ്മാ പോകാനല്ല അല്ലെ? കേൾക്കുന്ന അവിടെ ഭയങ്കര ഓക്കെ. അപ്പൊ എന്തായാലും അളിയന്റെ സ്പോൺസർഷിപ്പിന് ഒരു വിരാമമാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നതാണ്. സൂര്യ കോമഡിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് അളിയനും അളിയന്റെ ഫാമിലിക്ക്. കോഴിക്കോടിന്റെ വിനോദത്തിന്റെ മാറിയ മുഖം കണ്ടു ആവോളം ആസ്വദിച്ചിട്ടില്ലേ? കാരണം 35 റൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും കയറിയില്ല. കയറിയോടെ എന്നാണ് സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം അതിന്റെ പീക്ക് ലെവലിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ഈ